നമസ്കാരം. ലോകത്തെ തന്നെ ആശങ്കയിലാക്കിയാണ് 12 ദിവസം നീണ്ടുനിന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം കടന്നുപോയത്. ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും അപകടകരമായുള്ള ഏറ്റുമുട്ടലായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ജൂൺ 13 ഇറാനിയൻ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത്. ജൂൺ 22 ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമ മിസൈൽ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തു. എന്നാൽ അടിക്ക് തിരിച്ചടിയുമായി ഇറാനും എത്തിയിരുന്നു. ഖത്തറിലെ ഒരു അമേരിക്കൻ താവളത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇറാൻ ആക്രമണം നടത്തിയത്. എന്നാൽ ഇറാന്റെ ഈ അപ്രതീക്ഷിത തിരിച്ചടി പിന്നീട് വഴിവെച്ചത് വെടിനിർത്തൽ കരാറിലേക്കാണ്. ജൂൺ 24 വെടിനിർത്തൽ കരാറിൽ എത്തിയെങ്കിലും ആഴത്തിലുള്ള തന്ത്രപരവും ആണവപരവുമായ സംഘർഷങ്ങൾ ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇറാൻ ഇസ്രായേൽ സംഘർഷം മിഡിൽ ഈസ്റ്റിനെ കൂടുതൽ അസ്ഥിരപ്പെടുത്തുകയും ആഗോള ഊർജ്ജത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാവുകയും ചെയ്തിരിക്കുകയാണ്. കൂടാതെ ഇത് അമേരിക്ക, ചൈന തുടങ്ങിയ വൻ ശക്തികളെ നേരിട്ടുള്ള സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയും ചെയ്യുമെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ഇരു രാജ്യങ്ങളും തമ്മിൽ പ്രത്യക്ഷത്തിൽ സംഘർഷാവസ്ഥകൾ ഇല്ല എങ്കിലും ഉടൻ തന്നെ സംഘർഷം പുനരാരംഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു വരുന്നതായാണ് റിപ്പോർട്ടുകൾ. ഈ സംശയത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രധാന കാരണങ്ങൾ നോക്കാം. ഇരുപക്ഷവും ആയുധങ്ങൾ വീണ്ടും അണിനിരക്കുകയാണ് എന്നതാണ് ആദ്യത്തെ പ്രധാന കാരണം. ഇസ്രായേൽ കേടുപാടുകൾ വരുത്തിയ പ്രതിരോധ നിര പുനർനിർമ്മിക്കാനായി ഇറാൻ ചൈനീസ് ഉപരിതല വ്യോമ മിസൈൽ ബാറ്ററികൾ സ്വന്തമാക്കിയിട്ടുണ്ട് എന്ന് മിഡിൽ ഈസ്റ്റ് ഉദ്ധരിച്ച സ്രോതസ്സുകൾ പറയുന്നു. കൂടാതെ നല്ല ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് J-10 മൾട്ടി റോൾ യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യാനുള്ള സന്നദ്ധത ചൈനയുടെ പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇറാൻ തങ്ങളുടെ പഴയ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, പ്രധാനമായും റഷ്യ വിതരണം ചെയ്യുന്നവ, ആധുനികവൽക്കരിക്കുന്നതിനായി ഈ ജെറ്റുകൾ തേടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണിത്. അതേസമയം ലെബനനിൽ ഇസ്രായേൽ വ്യോമ പട്രോളിംഗ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നും സിവിലിയന്മാരെ സംരക്ഷിക്കുന്നതിനായി പുതിയ ആഭ്യന്തര സുരക്ഷാ യൂണിറ്റുകൾ രൂപീകരിച്ചിട്ടുണ്ട് എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. മുൻനിര സൈനികരെ പിന്തുണയ്ക്കുന്നതിനായി കരുതൽ ശേഖരം വീണ്ടും സജീവമാക്കിയിട്ടുണ്ട് എന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്. സമീപകാല സംഘർഷത്തിൽ നഷ്ടപ്പെട്ട ഉപകരണങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിനായി അമേരിക്ക ഇസ്രായേലിലേക്കുള്ള ആയുധ കയറ്റുമതി ത്വരിതപ്പെടുത്തി നൂതന കൃത്യതയുള്ള യുദ്ധോപകരണങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും നൽകി. കൂടാതെ സംഘർഷത്തിനിടെ ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എങ്കിലും പ്രധാന സൗകര്യങ്ങൾ ഉപയോഗശൂന്യമായോ എന്ന കാര്യം വ്യക്തമല്ല. ആണവ താൽപ്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് യുറേനിയം സമ്പുഷ്ടമാക്കുന്നതും നൂതനമായ സെൻട്രിഫ്യൂജുകൾ വികസിപ്പിക്കുന്നതും ഇറാൻ തുടരുകയാണെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. പരിശോധനകളിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണം അവർ അവസാനിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഇറാനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന കാര്യത്തിൽ ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും തമ്മിൽ ഭിന്നതയുണ്ട് എന്നതടക്കം താമസിയാതെ മനസ്സിലാക്കിയെങ്കിലും ഇരുവരുടെയും സമീപകാല കൂടിക്കാഴ്ചകൾ ഇറാന്റെ ആണവ ലക്ഷ്യങ്ങളെയും അതുപോലെ തന്നെ പ്രാദേശിക പ്രോക്സികൾക്കുള്ള പിന്തുണയെയും നേരിടുന്നതിൽ യോജിപ്പിൻ്റെ കൂടുതൽ സൂചനകൾ നൽകുന്നുണ്ട്. ട്രംപിൻ്റെ സമീപനത്തെ പരസ്യമായി പിന്തുണച്ചുകൊണ്ട് ഇസ്രായേൽ സ്വയം പ്രതിരോധിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് നെതന്യാഹുവും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരുടെ അടുത്ത പങ്കാളിത്തം എടുത്തു കാണിച്ചുകൊണ്ട് മിഡിൽ ഈസ്റ്റ് സുരക്ഷയിൽ ഐക്യമുന്നണിക്ക് ഊന്നൽ നൽകി. കൂടാതെ ട്രംപിനെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് നെതന്യാഹു നാമനിർദ്ദേശവും ചെയ്തു. ഇരു രാജ്യങ്ങളും വീണ്ടും യുദ്ധത്തിലേക്ക് നീങ്ങും എന്നതിൻ്റെ മറ്റൊരു തന്ത്രപ്രധാനമായ സൂചന പ്രോക്സികളുടെ ആക്രമണമാണ്. യമനിലെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ അടുത്തിടെ ഇസ്രായേലിനെതിരെ ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ടെല്ലവീവിനടുത്തുള്ള പ്രദേശങ്ങൾ ലക്ഷ്യമിട്ട് മിസൈലുകളും ഡ്രോണുകളും ഹൂതികൾ വിക്ഷേപിച്ചിരുന്നു. ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രായേലുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ച ഗ്രീക്ക് ഓപ്പറേറ്റഡ് എറ്റേണിറ്റി മാജിക് സീസ എന്നീ 2 കപ്പലുകൾ അവർ ചെങ്കടലിൽ മുക്കുകയും ചെയ്തു. ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം പ്രസിദ്ധീകരിച്ച വീഡിയോയിൽ കപ്പലിൽ സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെട്ടിട്ടുള്ളതും ആയുധധാരികൾ അതിൽ കയറുന്നതും തുടർച്ചയായി നടന്ന സംഘടിത ആക്രമണങ്ങളെ തുടർന്ന് ഒടുവിൽ മുങ്ങുന്നതായും കാണാം. ഈ ഏകോപിത ആക്രമണങ്ങൾ ഹൂത്തികളുടെ വളർന്നു വരുന്ന സൈനിക ശേഷിയും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കാനും നിർണായകമായ കപ്പൽ പാതകൾ തടസ്സപ്പെടുത്താനുള്ള ഇറാന്റെ വിശാലമായ തന്ത്രവുമായിട്ടും പ്രകടമാക്കുന്നുണ്ട്. ശത്രുതയുടെ ഈ ഒരു കുതിച്ചുചാട്ടം അമേരിക്കൻ മേഖലയിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള സാധ്യതയും ഉയർത്തുന്നുണ്ട്. ഇറാൻ തങ്ങളുടെ സൈനിക ശേഷി ശക്തിപ്പെടുത്തുകയും ഹൂത്തികൾ പോലുള്ള പ്രോക്സികൾ പ്രാദേശിക ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ സംഘർഷങ്ങൾ ഉയർന്ന നിലയിൽ തുടരുകയാണ്. ഇറാൻ നയതന്ത്രത്തിൽ ജാഗ്രത പുലർത്തുന്ന താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ആണവ അല്ലെങ്കിൽ മിസൈൽ വികസനം നിർത്തുന്നതിൻ്റെ ലക്ഷണമൊന്നും കാണിക്കുന്നില്ല. അതേസമയം ഇസ്രായേൽ ആ ഭീഷണികളെ നേരിടാൻ പ്രതിജ്ഞാബദ്ധമാണ്. ഒന്നിലധികം മുന്നണികളിൽ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനാൽ വീണ്ടും നേരിട്ടുള്ള സംഘർഷത്തിനുള്ള സാധ്യത യഥാർത്ഥമായി തുടരുകയാണ്.